ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, ഇന്ന് കാലത്ത് തന്നെ ഇടാമെന്ന് വിചാരിച്ചു. ഓക്കെ, നിങ്ങൾക്ക് ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ബുക്ക് ഓഫ് ആൻസേഴ്സ് എന്നുള്ള റീഡിംഗ് ആണ്. ഓക്കെ, നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻ നിങ്ങൾ ആലോചിക്കുക. ഓക്കെ, അതിനുള്ള ഗൈഡൻസ് യൂണിവേഴ്സ് എന്താ തരുന്നത് നമുക്ക് നോക്കാം. ബുക്ക് കുറേ ആയിട്ട് ഇത് യൂസ് ചെയ്തിട്ടില്ല, അപ്പം ഇന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് ഗൈഡൻസ് മെസ്സേജസും നോക്കും ഞാൻ. ഒരു 2-3 ക്വസ്റ്റ്യൻ ആയിട്ട് 3 ക്വസ്റ്റ്യനെങ്കിലും മിനിമം എടുക്കാം. നിങ്ങൾക്ക് ഒരേ ക്വസ്റ്റ്യൻ തന്നെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാം, നോർമലായിട്ട് യെസ് ആൻഡ് നോ ആയിട്ടല്ല കേട്ടോ. ഓക്കെ, എന്തെങ്കിലും ഒരു ഗൈഡൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ വെക്കുക. എന്തെങ്കിലും ഒരു സിറ്റുവേഷനെ കുറിച്ച് നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരിക. അതിനെന്താ ചെയ്യേണ്ടത് എന്ന് യൂണിവേഴ്സിനോട് നമുക്ക് ചോദിക്കാം. ഓക്കെ, സോ അതിനെ യൂണിവേഴ്സ് എന്താ നമുക്ക് ഗൈഡ് ചെയ്ത് തരുന്നത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ബുക്ക് ഓഫ് ആൻസേഴ്സിന് ആദ്യം എടുക്കാം, ആൻഡ് ഗൈഡൻസ് കൂടി എടുക്കാം. ഓരോ ക്വസ്റ്റ്യനും ഞാൻ സെപ്പറേറ്റ് ആയിട്ട് എടുക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം നിങ്ങളൊരു ക്വസ്റ്റ്യൻ മനസ്സിൽ വിചാരിച്ചോളൂ. എന്തെങ്കിലും നിങ്ങൾക്കൊരു ഡൗട്ടോ, നിങ്ങൾക്കൊരു കാര്യത്തിൻ്റെ ക്ലാരിറ്റിയോ, ഒരു വിവരം എന്താ നെക്സ്റ്റ് ചെയ്യേണ്ടതെന്നോ എന്തെങ്കിലും അറിയണമെങ്കിൽ അതിനെ മനസ്സിൽ കൊണ്ടുവരൂ. നമുക്ക് അതിനനുസരിച്ച് പറയാം. ഓക്കെ, വേണമെങ്കിൽ പോസ് ചെയ്തിട്ട് ചെയ്തോളൂ കേട്ടോ. ഞാൻ അധികം വീഡിയോ നീളാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നിങ്ങൾ പോസ് ചെയ്തോളൂ, എന്നിട്ട് ആലോചിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങളുടെ മനസ്സിലുള്ള ആദ്യത്തെ ഒരു ഗൈഡൻസ് യൂണിവേഴ്സിൻ്റെ you've drawn the Queen of Spades. Look to a dark-haired woman for the answer. Okay, ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് ആരെങ്കിലും ഗൈഡ് ചെയ്ത് തരാൻ അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്ത് തരാൻ ആരെങ്കിലും ഹെൽപ്പ് ചോദിക്കാനാണ് പറയുന്നത്. അതിപ്പോൾ ഡാർക്ക് ഹെയർ എന്ന് പറയുമ്പോൾ ബ്ലാക്ക്, നമ്മളുടെ അവിടെയൊക്കെ നമുക്ക് ബ്ലാക്ക് ഹെയർ എന്ന് പറയാം, പക്ഷെ അത് എല്ലാവർക്കും ഉള്ളതാണ്. വാട്ട്, ഒരു ലേഡി നിങ്ങളെ ഹെൽപ്പ് ചെയ്യും എന്നാണ് പറയുന്നത്. ഓക്കെ, ഒന്നുകൂടി എടുത്തേക്കാം. ഇത് അത്ര നമുക്കൊരു ക്ലാരിറ്റിയോടെയുള്ള ആൻസർ അല്ലല്ലോ. ഒന്നുകൂടി നോക്കാം. ആരോ ഹെൽപ്പ് ചെയ്യുമെന്ന് കാണുന്നുണ്ട്. ഓക്കെ, അതിനെക്കുറിച്ച് എന്തെങ്കിലും. At the bottom of your teacup is an image of a bat. Meditate about it tonight. ഓക്കെ, നിങ്ങളോട് മെഡിറ്റേഷനും ചെയ്യാൻ പറയുന്നുണ്ട്. ഒന്ന്, ആരോടെങ്കിലും ഹെൽപ്പ് ചോദിക്കാൻ പറയുന്നുണ്ട്. അതൊരു ലേഡി ആയിട്ട് കാണുന്നുണ്ട്. മേ ബി നിങ്ങൾ ഇപ്പോൾ നമുക്ക് ആരാന്ന് പ്രത്യേകിച്ച് പറയാൻ പറ്റില്ല, ഞാൻ കാർഡ് എടുക്കാത്തതുകൊണ്ട് അതും അറിയാൻ പറ്റില്ല. ഓക്കെ, എന്തായാലും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ട്രസ്റ്റ് ചെയ്യുന്ന, നിങ്ങൾ നല്ലോണം ട്രസ്റ്റ് ചെയ്യുന്ന ഒരു ഫ്രണ്ട് പോലെയുള്ള ആരെങ്കിലും ആയിരിക്കാം, ഈവൻ പാരൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ നല്ലൊരു ലൈക്ക് കൊളീഗോ, മേ ബി ജസ്റ്റ് നിങ്ങൾ കാഷ്വലായിട്ട് പരിചയമായിരിക്കും, ബട്ട് അവരോട് വളരെയധികം നിങ്ങൾക്ക് ട്രസ്റ്റ് ഉണ്ടാവും. എന്നിട്ട് അവർ പറയുന്നത് ശരിയാണ്, നിങ്ങളെ നല്ല രീതിക്ക് ഗൈഡ് ചെയ്യും എന്ന് തോന്നുന്നുണ്ടാവാം. സോ അങ്ങനെയുള്ള ആരെങ്കിലും, നിങ്ങൾ ലേഡീസാണ് പറയുന്നത്. ലേഡി ഡാർക്ക് ഹെയർ എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ബ്ലാക്ക് ഹെയർ അറ്റ്ലീസ്റ്റ് പ്രായമായതായിരിക്കില്ല, മേ ബി കുറച്ചൊരു ഒരു മിഡിൽ ഏജ് എന്ന രീതിക്ക് എടുത്തോളൂ. എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. ആൻഡ് ഇവിടെ ബാറ്റ് എന്ന് പറയുന്നുണ്ട്. നിങ്ങളുടെ ഒരു ബാറ്റ് ഒരു ഇൻഡിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് കാണാം. ബാറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താ പറയുക, വവ്വാലിനെയാണ് പറയുന്നത്. അത് രാത്രി നേരത്തിനെ കുറിച്ചല്ല പറയാം. വവ്വാൽ എന്ന് പറയുമ്പോൾ രാത്രി സമയമാണ്. ആൻഡ് ഒരു ഇൻ്റലിജൻസിനെ കുറിച്ച് പറയാം. ആൻഡ് ഇത് എവിടെയോ യൂണിവേഴ്സുമായിട്ട് കണക്ട് ചെയ്യാനാണ് നിങ്ങളോട് പറയുന്നത്. ഒരു സ്പിരിച്വൽ കണക്ഷൻ ആയിട്ടാണ് പറയുന്നത്. സോ മെഡിറ്റേറ്റ് ചെയ്യൂ എന്നും പറയുന്നുണ്ട്. രാത്രി എപ്പോഴെങ്കിലും സന്ധ്യയൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ രാത്രിയോ അല്ലെങ്കിൽ ശാന്തമായിട്ട് ഇരുന്ന് കുറച്ച് നേരം മെഡിറ്റേറ്റ് ചെയ്യുക. ഈവൻ കാലത്തായാലും ഓക്കെ, നിങ്ങൾക്ക് ഒരു ശാന്തമായ ഒരു സമയത്തിലിരുന്ന് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസേഴ്സ് കിട്ടും എന്നാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഇത്രേ വന്നുള്ളൂ. ലെറ്റ്സ് സീ, നമുക്ക് ഇതിൽ നിന്ന് കൂടി എന്തെങ്കിലും ഗൈഡൻസ് ആയിട്ട് കിട്ടുമോ നോക്കാം. പോർക്യുപൈൻ സ്പിരിറ്റ്, ഓക്കെ, പാന്തർ സ്പിരിറ്റ് ആൻഡ് 10 to small things. ഓക്കെ, ഇവിടെ പറയുന്നത് നിങ്ങളോട് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു എന്തൂസിയാസത്തോടെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യൂ എന്നാണ് പറയുന്നത്. ഓക്കെ, അത് നമ്മൾ ആദ്യം എപ്പോഴും എന്തൊരു കാര്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ആരെങ്കിലും പുതിയതായിട്ട് പരിചയപ്പെടുമ്പോൾ, അല്ലെങ്കിലൊക്കെ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ പുതിയതായിട്ട് കിട്ടുമ്പോൾ അതിനോടുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവില്ലേ നമുക്ക്. വളരെ ക്യൂരിയസ് ആയിട്ട്, വളരെ ഹാപ്പി ആയിട്ട്, വളരെ എന്തൂസിയാസത്തോടെ നമ്മൾ കാര്യങ്ങൾ ചെയ്യും അല്ലേ. സോ ആ ഒരു മൈൻഡ് നിങ്ങൾക്ക് കൊണ്ടുവരാനാണ് പറയുന്നത് ആദ്യത്തെ കാര്യം. ആൻഡ് ഇവിടെ റീക്ലെയിം യുവർ പവർ എന്നും പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾക്കുണ്ട്. ഓക്കെ, അതിനെ നിങ്ങൾ ഒരിക്കലും നഷ്ടപ്പെട്ടു എന്ന് നിങ്ങൾ കരുതണ്ട. നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഇന്നർ പവർ നിങ്ങളുടെ ഉണ്ട്, അതിനെ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ആൻഡ് ഇവിടെ മൗസ് സ്പിരിറ്റ് ഉണ്ട്. 10 to small things. ഓക്കെ, എന്തെങ്കിലും ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് ഗോ ഹെഡ് ആണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളോട് സ്റ്റാർട്ട് ചെയ്യൂ എന്നുള്ള ഒരു സൈൻ കൂടിയാണ്. ആൻഡ് ഇവിടെ നിങ്ങളോട് പറയുന്നത്, പക്ഷേ എല്ലാ ഡീറ്റെയിലും നോക്കി മനസ്സിലാക്കി ചെയ്യൂ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ലൈക്ക് ഇപ്പോൾ നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിക്കാം. ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അതിൽ എല്ലാം എന്തൊക്കെ വേണം അല്ലേ, പ്രോപ്പറായിട്ട് നമ്മൾ നോക്കണം. ലൈക്ക്
സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എല്ലാം ക്ലിയർ ആയിട്ടുണ്ടോ എന്നൊക്കെ നോക്കണം. എല്ലാ കുറേ ചെറിയ ചെറിയ ഡീറ്റെയിൽസ് ഉണ്ടാവും. സോ അതൊക്കെ ശ്രദ്ധിക്കാനാണ് നിങ്ങളോട്. ഈ ബിസിനസ് മാത്രമല്ല, നിങ്ങൾ എന്ത് ചെയ്യുകയാണെങ്കിലും, ഏതൊരു കാര്യം നിങ്ങൾ ചെയ്യുകയാണെങ്കിലും അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ മനസ്സിലാക്കി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എല്ലാം ഓക്കെ അല്ലേ എന്നൊക്കെ നോക്കിയിട്ട്, ഈവൻ ഒരു റിലേഷൻഷിപ്പിൻ്റെ കാര്യമായാലും ഓക്കെ, ഇവിടെ ഞാൻ അത് പറഞ്ഞില്ലേ വേണ്ട, ഈവൻ റിലേഷൻഷിപ്സ് ആയാലും നിങ്ങൾ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെ, അതിലും ആ പേഴ്സണിനെ കുറിച്ച് മനസ്സിലാക്കുക, നിങ്ങൾ അവനവനെ കുറിച്ച് ആദ്യം മനസ്സിലാക്കുക, സിറ്റുവേഷൻസ് മനസ്സിലാക്കുക, എല്ലാം നല്ലോണം ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ട് മാത്രം നിങ്ങൾ മുന്നോട്ട്. ബട്ട് ഗോ ഹെഡ് ഉണ്ട് ഇവിടെ നിങ്ങൾക്ക്. ആൻഡ് നിങ്ങളുടെ റീക്ലെയിം യുവർ പവർ എന്നും പറയുന്നുണ്ട്. നിങ്ങൾക്ക് കഴിവുകളുണ്ട്, അതിനെ യൂസ് ചെയ്യൂ എന്ന രീതിയിലാണ് പറയുന്നത്. അഗെയിൻ കുറേ ഫോർസ് ഇവിടെ എനിക്ക് കാണുന്നുണ്ട്, ഒരുപാട് 4 കാണുന്നുണ്ട്. സോ 4 എന്ന് പറയുമ്പോൾ ഏഞ്ചൽ പ്രൊട്ടക്ഷൻ ആണ്. 444 നമ്മൾ എപ്പോഴും ഏഞ്ചൽ പ്രൊട്ടക്ഷൻ്റെ നമ്പറാണ് പറയുക. സോ മേ ബി നിങ്ങൾക്ക് ഏഞ്ചൽസ് നിങ്ങളുടെ കൂടെ ഉണ്ട്, പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു സൈൻ കൂടിയാണ് തരുന്നത്. ഓക്കെ, സോ നിങ്ങൾ എന്ത് കാര്യമാണോ ചോദിച്ചത്, ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്കത് ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് ആരെങ്കിലും അഡ്വൈസായിട്ട് ഹെൽപ്പ് ചെയ്യും. ആരോടെങ്കിലും ചോദിക്കാൻ പറയുന്നുണ്ട്, ഇല്ലെങ്കിൽ മെഡിറ്റേറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഒരുപാട് കൺഫ്യൂഷൻ തോന്നുന്നുണ്ടെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യുക, അല്ലെങ്കിൽ ആരുടെയും അഡ്വൈസ് ചോദിക്കുക. ആൻഡ് ഗോ ഹെഡ് എന്നുള്ളൊരു സൈൻ കൂടി പറയുന്നുണ്ട്. ഓക്കെ, ഓക്കെ, ഒരു രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എടുക്കാം. സെക്കൻഡ് ആയിട്ട് നമുക്ക് ഓക്കെ, നിങ്ങളുടെ മനസ്സിൽ വേറെ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ വേണമെങ്കിൽ പോസ് ചെയ്തോളൂ അഗൈൻ, ആൻഡ് ആലോചിച്ചോളൂ. ആൻഡ് ഞാൻ എടുക്കുന്നു. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ വ്യൂവേഴ്സ് മനസ്സിലുള്ളത് അവർക്കൊരു ഗൈഡൻസ്. ദ ഷേപ്പ് ഓഫ് എ ഫിഷ്. ഓക്കെ, കാസ്റ്റ് യുവർ നെറ്റ് വൈഡർ. ഓക്കെ, നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങളോട് എന്താ പറയുക, കാസ്റ്റ് യുവർ നെറ്റ് വൈഡർ എന്ന് പറഞ്ഞാൽ വല ദൂരേക്ക്, മീൻസ് കുറച്ചുകൂടി ദൂരേക്ക് വീശു വല എന്നാണ് പറയുന്നത്. സോ അതിൻ്റെ അർത്ഥം എന്താണ്, നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും ഇൻഫർമേഷൻ വേണമെങ്കിൽ കുറച്ചുകൂടി ദൂരേക്ക് സെർച്ച് ചെയ്യൂ എന്ന രീതിക്കായിരിക്കാം. നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറേ കൂടി സ്പ്രെഡ് ചെയ്ത്, ഇപ്പോൾ ഒരു സിറ്റിയിൽ മാത്രം ആക്കാതെ വേറെ സിറ്റീസിലേക്കും ട്രൈ ചെയ്യുക. ജോലിക്കൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് നിങ്ങളോട് പറയുന്നത് ഇപ്പോൾ നിങ്ങൾ ഇരിക്കുന്ന സ്ഥലം മാത്രം നോക്കണ്ട, കുറച്ചുകൂടി പുറത്തേക്ക് വേറെ എവിടെയെങ്കിലുമൊക്കെ ട്രൈ ചെയ്യൂ. പഠിക്കാനാണെങ്കിലും ശരി, ഓക്കെ, നിങ്ങളോട് പറയുന്നത് വേറെയും കുറേ ദൂരെ എവിടെയെങ്കിലുമൊക്കെ ട്രൈ ചെയ്യൂ എന്ന രീതിക്കൊക്കെയാണ്. അത് മാത്രമല്ല, മേ ബി നിങ്ങൾ ഇപ്പം എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇൻഫർമേഷൻ നമ്മൾ നോർമലി ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും ആദ്യം നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത് നമ്മളെ ക്ലോസ് ഫ്രണ്ട്സിനെ അല്ലെങ്കിൽ ഏറ്റവും ക്ലോസ് ഫാമിലി അങ്ങനെയായിരിക്കും അല്ലേ. ബട്ട് നിങ്ങളോട് പറയുന്നത് മേ ബി കുറച്ചുകൂടി പുറത്തുള്ള ആൾക്കാരോടുകൂടി സംസാരിക്കാൻ ശ്രമിക്കൂ എന്ന രീതിക്കായിരിക്കാം. സോ അങ്ങനെ ഒരു ഇൻഫർമേഷൻ ആണ് വരുന്നത്. ആൻഡ് ഫിഷ് ആണ്, ശരിക്കും ഫിഷ് പറയുമ്പോൾ നമ്മൾ ലക്കാണ്, മണി ലക്കാണ് ആക്ച്വലി, പൈസയുടെ കാര്യത്തിലാണ് പറയാറ്. സോ ഇവിടെ മേ ബി നിങ്ങൾക്ക് ബിസിനസ്സിൻ്റെ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ജോലിക്ക് വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ലക്ക് വരുന്നുണ്ട് എന്ന രീതിക്കാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഫൈനാൻഷ്യൽ, ഓക്കെ, ഫൈനാൻഷ്യൽ ബെനിഫിറ്റ് ആണ് എനിക്കിവിടെ കാണുന്നത്. ഫൈനാൻഷ്യലി എന്തെങ്കിലും നിങ്ങൾ സ്റ്റക്കായിട്ടൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി എക്സ്പാൻഡ് ചെയ്യാൻ ശ്രമിക്കൂ എന്ന രീതിയിലാണ്. ഓക്കെ, നിങ്ങളുടെ ബിസിനസ്സിനെ അല്ലെങ്കിൽ കരിയറിനെ കുറച്ചുകൂടി എക്സ്പാൻഡ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്യൂ എന്ന രീതിക്കാണ്. ഓക്കെ, ഒരു പേജ് നിങ്ങൾക്ക് ഒന്നുകൂടി എടുക്കാം. നമ്മൾ വല വീശി പിടിക്കുക എന്നുള്ള രീതിയിലാണ് അത് ഉദ്ദേശിച്ചത്. ഐ ഹോപ്പ് മനസ്സിലാക്കാണ്. ഓക്കെ, സോറി, രണ്ടും വന്നു. ഓക്കെ, എടുത്തേക്കാൻ. ദ 6 of hearts, ഗോ ഫോർ ഇറ്റ്, ബി കൈൻഡ് ടു അതേഴ്സ് അലോങ് ദ വേ. ഓക്കെ, നമ്മുടെ 6 of pentacles പോലെയാണ്. അഗെയിൻ പെൻറ്റിക്കിൾസ് ആണ് പറയുന്നത്. ഓക്കെ, പെൻറ്റിക്കിൾസ് നമ്മുടെ ഇത് തന്നെയാണ്, എന്താ പറയുക, 6 of cups ആവാം. ഓക്കെ, സോ നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് എന്തോ ലക്ക്, ഇതിവിടെ എനിക്ക് മണി അഗെയിൻ എനിക്ക് ഫീൽ ചെയ്യുന്ന അതാണ്, നിങ്ങൾക്ക് പൈസയുടെ എന്തെങ്കിലും ബെനിഫിറ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നുണ്ട്, അത് നിങ്ങൾക്ക് കിട്ടുമ്പോൾ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യൂ എന്നുള്ളൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ആൻഡ് ഇവിടെ ഈ പേജ് വന്നത് സൈൻ ഓഫ് ദ ക്രാബ്, വാണ്ട്സ് യു ടു കീപ് യുവർ ഇന്റൻഷൻസ് ടു യുവർ സെൽഫ്. ഓക്കെ, നിങ്ങളോട് പറയുന്നത് നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ അത് നടക്കുന്ന കഴിയുന്നവരെ ആരോടും പറയണ്ട. ഓക്കെ, അതാണ് നിങ്ങൾക്കുള്ള വാർണിംഗ്. നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ട്രൈ ചെയ്യൂ, ശ്രമിക്കൂ, നിങ്ങൾക്ക് നേട്ടങ്ങൾ വരും എന്ന് പറയുന്നുണ്ട്. ബട്ട് നിങ്ങൾ കാര്യങ്ങൾ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതിൽ നിങ്ങൾക്ക് സക്സസ് വരും എന്നാണ് പറയുന്നത്. ബട്ട് നിങ്ങളത് ചെയ്ത് കഴിയുന്നവരെ, നിങ്ങൾക്ക് ഒരു കാര്യം കംപ്ലീറ്റ് ആവുന്നവരെ, അല്ലെങ്കിലും തന്നെ ഓക്കെ, അധികം ആരോടും ഒന്നും ഷെയർ ചെയ്യാതിരിക്കുക. നമുക്കത് സന്തോഷം കൊണ്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും, പക്ഷെ കേൾക്കുന്ന ആൾക്കാരെ എങ്ങനെ എടുക്കണം നമുക്ക് നിർബന്ധം അറിയില്ല. ഓക്കെ, അവരുടെ മനസ്സിൽ അതെന്ത് തോന്നുന്നു നമുക്കറിയില്ല. സോ ബെറ്റർ ആരോടും അധികം ഡിസ്കസ് ചെയ്യാതിരിക്കുക, ആരോടും അധികം പറയാതിരിക്കാം. ഓക്കെ, സോ നിങ്ങളോട് അതൊരു കാര്യം ഇവിടെ, മേ ബി നിങ്ങളുടെ ചുറ്റും കുറച്ച് ജലസ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും, നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കും. ഓക്കെ, നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടാവില്ല. സോ ആരെയാണ് ട്രസ്റ്റ് ചെയ്യുക, ആരെയാണ് നമ്മൾ അറിയില്ലല്ലോ. സോ ജസ്റ്റ് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ കീപ്പ് ഇറ്റ് യുവർ സെൽഫ് എന്നാണ് പറയുന്നത്. ബി അറ്റ് ഹോം, lay a solid foundation and surrender now. Okay,
ഇവിടെ പറയുന്നത് ബി അറ്റ് ഹോം എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിലിരിക്കുക എന്നല്ല അർത്ഥം. ഓക്കെ, നിങ്ങൾ ആദ്യം എന്താണോ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ എന്താണോ നിങ്ങളുടെ മനസ്സിലുള്ളത് അതുമായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ നിങ്ങൾ എങ്ങനെയാണ്, ഓക്കെ, അതിൽ നിങ്ങൾ കംഫർട്ട് ആവുക. ഓക്കെ, ഞാൻ ഇങ്ങനെ തന്നെയാണ്, ഓക്കെ, എന്ന് വെച്ചാൽ ഞാൻ പെർഫെക്റ്റ് ഒന്നുമല്ല, എനിക്കും ഓക്കെ, എനിക്ക് പല മിസ്റ്റേക്സും ഉണ്ടാവും, ബട്ട് എന്നാലും ഞാൻ എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ്, യുനോ ഞാൻ എങ്ങനെയാണോ അത് ബെസ്റ്റാണ്. നമ്മൾ വേറെ ഒരാളെ വേദനിപ്പിക്കുന്നില്ല, വേറെ ആളെ ഒന്നും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ യുനോ നമ്മൾ നമ്മളുടെ കാര്യം നോക്കി നടക്കുന്നു എന്ന് പറയുകയാണെങ്കിൽ, ഓക്കെ, നമ്മൾ കുറ്റങ്ങളോടും കുറവുകളോടും കൂടി അവനവനെ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ് ബി അറ്റ് ഹോം. ഓക്കെ, ഓരോരുത്തർ ഓരോ രീതിയിലായിരിക്കും. ചിലവർ ഹൈറ്റ് ഉണ്ടാവും, ചിലവർ ഹൈറ്റ് ഉണ്ടാവില്ല, ചിലവർ തടിച്ചിട്ടായിരിക്കും, ചിലവർ മെലിഞ്ഞിട്ടായിരിക്കും, അല്ലെങ്കിൽ ചിലവർ ഡ്രസ്സിങ് ഇങ്ങനെയായിരിക്കും. ഒരാൾ വളരെ ഭയങ്കര നല്ല ഡ്രസ്സിങ് ആയിരിക്കും, വേറെ ആൾ തീരെയും അല്ലെങ്കിൽ സാധാ പോലെ ഡ്രസ്സ് ചെയ്യുന്ന ആൾക്കാർ. സോ ഓരോരുത്തർക്ക് ഓരോ നേച്ചർ ആയിരിക്കാം, ഓരോ സ്വഭാവമായിരിക്കാം. ഓക്കെ, ബട്ട് അതെന്താണോ അത് അക്സെപ്റ്റ് ചെയ്യൂ എന്നാണ് പറയുന്നത്. ഓക്കെ, അതിൽ നിങ്ങൾ ഓക്കെ. ആൻഡ് ഇവിടെ ലേ എ സോളിഡ് ഫൗണ്ടേഷൻ പറയുന്നത് ബീവർ ആണ്. ബീവർ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ മരം പൊട്ടിച്ച് ഇങ്ങനെ ഡാം ഉണ്ടാക്കുന്ന കേട്ടിട്ടില്ലേ? സോ അതാണ്. സോ നിങ്ങളോട് പറയുന്നത് ഓരോന്ന് നിങ്ങൾ മെല്ലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യൂ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് സക്സസ് വരും, തീർച്ചയായിട്ടും സക്സസ് വരും. നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, യെസ്, നിങ്ങൾ എന്തോ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, ആ ചെയ്യുന്നത് നിങ്ങൾ ബിൽഡ് ചെയ്ത് തുടങ്ങും. ഓക്കെ, അത് ഈവൻ റിലേഷൻഷിപ്പ് ആയാലും ശരി, ഫ്രണ്ട്ഷിപ്പ് ആയാലും ശരി, നിങ്ങളുടെ ബിസിനസ്, ജോലി, കരിയറിൽ എവിടെയായാലും ശരി. ഓക്കെ, ഓരോന്നും നമ്മൾ ചെയ്യുന്നത് വളരെ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല രീതിയിൽ ബിൽഡ് ചെയ്തെടുക്കാൻ സാധിക്കും. ഓക്കെ, ആൻഡ് ഇവിടെ മോത്ത് സ്പിരിറ്റ് സറണ്ടർ. ഓക്കെ, നിങ്ങൾ പിന്നെ നമ്മളൊരു കാര്യം എപ്പോഴും മനസ്സിലാക്കേണ്ടത്, എന്തെങ്കിലും നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെ, അതിൻ്റെ റിസൾട്ട് എന്താവും എന്നോർത്ത് പേടിച്ച് നിന്നിട്ട് കാര്യമില്ല. ഓക്കെ, അത് സറണ്ടർ ചെയ്ത് വിടാം, യൂണിവേഴ്സിനെ സറണ്ടർ ചെയ്യുക. നമ്മൾ പറയില്ല എന്താണ്, കർമ്മം ചെയ്യാം, അതിൻ്റെ ഫലത്തിനെ കുറിച്ച് ചിന്തിക്കേണ്ട എന്ന് പറയും അല്ലേ? എന്ന് വെച്ചാൽ നമ്മൾ ചെയ്തുകൊണ്ട് പോവാം. ഓക്കെ, നമ്മൾ ആഗ്രഹിച്ച പോലെ ആ റിസൾട്ട്സ് പെട്ടെന്ന് വന്നില്ലെങ്കിലൊന്നും നിങ്ങൾ അപ്സെറ്റ് ആവരുത് എന്നാണ് പറയുന്നത്. ഓക്കെ, അത് മെല്ലെ വരട്ടെ. ഓക്കെ, നിങ്ങൾ യൂണിവേഴ്സിനെ വിട്ടുകൊടുക്കൂ, സറണ്ടർ ചെയ്യൂ, നിങ്ങൾക്ക് ചെയ്യാനുള്ളത് നിങ്ങൾ ചെയ്തു പോവാം. ഓക്കെ, അതാണ് നിങ്ങളുടെ ജോലി. ആൻഡ് ഇവിടെ 6 ആണ് എനിക്ക് കൂടുതൽ കണ്ട്, മറ്റേതിൽ 4 ആയിരുന്നു, ഇവിടെ 6 ഉണ്ട്. സക്സസ് ആണ് ശരിക്കും പറഞ്ഞാൽ. 6 ഒരു ഹാർമണി, സക്സസ്, വിക്ടറി ഒക്കെ പറയാം. ആൻഡ് ഇതിൽ 9, 12 എനിക്ക് എന്തോ ഒരു കണക്ഷൻ തോന്നി എവിടെയോ. 3, 6 ആൻഡ് 9 കാണുന്നുണ്ട്. സോ 6 ആൻഡ് 9 ആണ് എനിക്ക് എടുത്ത് ഫീൽ ചെയ്യുന്നത്. 9ഉം നമുക്കൊരു ലക്കിൻ്റെ നമ്പറായിട്ട് പറയാം, നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കാൻ പോകുന്നതായിട്ട് പറയാം. അഗൈൻ എന്തായാലും 6 ഒരു വിക്ടറിയുടെ എനിക്ക് കാണുന്നുണ്ട്. നിങ്ങൾ എന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിലൊരു സക്സസ് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കൂടി എടുത്തേക്കാം, എന്തായാലും ഒന്ന് ലോങ് ചെയ്യാനുള്ളൊരു പരിപാടി. ഓക്കെ, ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിൽ ക്വസ്റ്റ്യൻ ആലോചിച്ചോളൂ, ഞാൻ നോക്കാം. പോസ് ചെയ്തോളൂ വേണമെങ്കിൽ, ഞാനത് കൂടുതൽ നീട്ടില്ല. ഓക്കെ, ലെറ്റ്സ് സീ. മൂന്നാമത്തെ ഒരു അഡ്വൈസ് വ്യൂവേഴ്സിന് എന്താണ് കൊടുക്കാനുള്ളത്? Okay. You have drawn the 10 of spades. It's not up to you എന്നാണ് പറയുന്നത്. നിങ്ങൾ എന്തോ ആലോചിക്കുന്ന ഒരു കാര്യം അത് നിങ്ങളുടെ കയ്യിലല്ല എന്നാണ് പറയുന്നത്. നിങ്ങളുടെ ഭാഗത്തു നിന്നല്ല തീരുമാനം. ഒന്നുമില്ലെങ്കിൽ യൂണിവേഴ്സിൻ്റെ തീരുമാനമാണെന്നായിരിക്കാം, അല്ലെങ്കിൽ വേറൊരു വ്യക്തിയായിരിക്കാം തീരുമാനം എടുക്കേണ്ട, അല്ലെങ്കിൽ വേറൊരു ഇറ്റ്സ് നോട്ട് അപ്പ് ടു യു, നിങ്ങളുടെ കയ്യിലല്ല എന്നാണ് പറയുന്നത്. അതിൻ്റെ റിസൾട്ടോ അല്ലെങ്കിൽ അതിൻ്റെ നിങ്ങൾ ചെയ്യുന്ന കാര്യം, ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും വർക്കൊക്കെ ഉണ്ടെങ്കിൽ, ഓക്കെ, എനിക്ക് എക്സാമ്പിളായിട്ട് തോന്നുന്നത്, നിങ്ങൾ എന്തെങ്കിലും ഒരു വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആവുന്നില്ല, വേറെ ആൾ എന്തെങ്കിലും ചെയ്യാനുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ നിസ്സഹായരാണ് അല്ലേ? നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവരെ വർക്ക് തീർക്കാതെ നിങ്ങൾക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ പോലെ. സോ ആ രീതിക്കാണ് എനിക്ക് ഇവിടെ കാണുന്നത്. അല്ലെങ്കിൽ തീരുമാനം, നിങ്ങൾ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഫൈനൽ തീരുമാനം, ആ റിസൾട്ട് അത് നിങ്ങളുടെ കയ്യിലല്ല എന്ന് പറയുന്ന പോലെയാണ്. ഒന്നുകൂടെ എടുക്കാം. എന്ന് വെച്ചാൽ സറണ്ടർ ചെയ്ത് വിടുക എന്നുള്ളൊരു മീനിങ് ആണ്. ഓക്കെ, ഐ തിങ്ക് നമ്മുടെ കയ്യിലല്ലാത്ത കാര്യങ്ങളെ കുറിച്ച് ഓർത്ത് നിങ്ങൾ വറി ചെയ്യേണ്ടെന്ന് പറയില്ലേ? ഒന്നുകൂടി നോക്കാം. Okay, advises you to make an offer and see what happens. നിങ്ങളോട് പറയുന്നതിൻ്റെ ഒരു ഓഫർ വെച്ച് നോക്കൂ. ഓക്കെ, നിങ്ങളൊരു കാര്യം ചെയ്ത് ശ്രമിച്ചു നോക്കൂ, എന്നിട്ട് അതെന്താ ആവണ. യെസ്, അത് രണ്ടും ഒരേ മീനിങ്ങിലേക്ക് എത്തി. ഓക്കെ, നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ചെയ്യാനുള്ള എന്തെങ്കിലും കാര്യം. ഐ തിങ്ക് ഇതിന് മുമ്പുള്ള മെസ്സേജും ഓൾമോസ്റ്റ് സിമിലർ ആയിരുന്നു. നിങ്ങൾ എന്തോ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അത് റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ, നിങ്ങളുടെ ജോലിക്ക് വേണ്ടിയിട്ട്, പഠിക്കാൻ വേണ്ടിയിട്ട്, ഫാമിലിയോട് എന്തെങ്കിലും സംസാരിക്കാൻ, എന്ത് തന്നെയായാലും. ഓക്കെ, സോ ആ കാര്യത്തിൽ നിങ്ങളും ഈവൻ എന്താ പറയുക, ബിസിനസ്സിൻ്റെ ലോണിനോ എന്ത് തന്നെയായാലും, ഓക്കെ, നിങ്ങളോട് പറയുന്നത് അപ്ലൈ ചെയ്ത് നോക്കൂ.
പഠിക്കാനാണെങ്കിൽ അപ്ലൈ ചെയ്ത് നോക്കൂ, ജോലിക്കാണെങ്കിൽ ജസ്റ്റ് റെസ്യൂമെ ഇട്ട് നോക്കൂ, എന്താവുന്നതെന്ന് നമുക്ക് നോക്കാം എന്നാണ് പറയുന്നത്. നിങ്ങളുടെ കയ്യിലല്ല അതിൻ്റെ റിസൾട്ട് എന്നാണ് പറയുന്നത്. നിങ്ങൾ ടെൻഷൻ അടിച്ച് വെറുതെ സ്ട്രെസ് അടിച്ചിട്ട് കാര്യമില്ല, ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, സക്സസ് നിങ്ങൾക്ക് നമ്മളെപ്പോഴും പറയുന്നത്, അതിലും സിക്സിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞത്, നിങ്ങൾക്ക് അർഹിക്കുന്നതാണെങ്കിൽ ഓക്കെ അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടും. അതായത് നിങ്ങൾക്കുള്ളതാണെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വരും. വട്ട് എവർ ഇറ്റ് ഇസ്, അത് ഏത് കാര്യത്തിലായാലും. നമ്മൾ ചെയ്ത നല്ല പ്രവൃത്തികൾ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഓക്കെ, നമ്മൾ നല്ലതായിരുന്നിട്ടുണ്ടെങ്കിൽ അതിന് തീർച്ചയായിട്ടും നല്ല റിസൾട്ട് നമുക്ക് തിരിച്ച് ഭഗവാന് തരും എന്നാണ് പറയാം. ഓക്കെ, സോ കർമ്മയുടെ കാര്യം നമ്മൾ പറയില്ലേ, നമ്മൾ പ്രവർത്തിക്കുന്നത് ചെയ്യുന്നത് നമ്മളൊരു നല്ല ഉദ്ദേശത്തോടെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന് നല്ല ഫലം നമുക്ക് കിട്ടും എന്നാണ്. ഓക്കെ, എവിടെയും പറയുന്നത് നിങ്ങളോട് ഓഫർ വെക്കൂ. ഓക്കെ, അത് വരുന്നതും വരാതിരിക്കുന്നതും നിങ്ങൾ ആലോചിക്കേണ്ട അതിനെക്കുറിച്ച്. നിങ്ങളുടെ പൂർവ്വജന്മത്തിൻ്റെ ഇതായിരിക്കാം, അല്ലെങ്കിൽ ഈ ജന്മത്തിൽ നമ്മൾ ചെയ്ത കാര്യത്തിൻ്റെ ആയിരിക്കാം. നിങ്ങൾ നന്നായിട്ട്, നിങ്ങൾ ആത്മാർത്ഥമായ നല്ലൊരു ലൈഫാണ് നിങ്ങൾ ജീവിച്ചിട്ടുള്ളതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലത് തന്നെ പോകാൻ. ആക്ച്വലി ഇതിപ്പോൾ എന്തെങ്കിലും കിട്ടിയില്ല എന്ന് വിചാരിക്കാം, ആ കിട്ടിയില്ലെങ്കിലും നിങ്ങൾക്ക് വേറെന്തോ നല്ലത് ഭഗവാൻ എടുത്തു വെച്ചിട്ടുണ്ട് എന്നാണ്. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾ അതിലും കൂടുതൽ അർഹിക്കുന്നുണ്ടാവാം. ഓക്കെ, സോ ഒരിക്കലും നെഗറ്റീവായിട്ട് എടുക്കണ്ട. ഒന്നുകൂടി നിങ്ങൾക്ക് വേണ്ടി ഒരു പേജ് എടുക്കുന്നുണ്ട്. Taurus, the sign of bull, urges you to act courageously in the face of adversity. ഓക്കെ, നിങ്ങളോട് പറയുന്നത് നല്ല ധൈര്യത്തിൽ മുന്നോട്ട് പോകാനാണ് പറയുന്നത്. എപ്പോഴും നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കാൻ തന്നെയാണ് ഏറ്റവും വലിയ നമ്മുടെ ബുദ്ധിമുട്ട്. നമ്മൾ ആദ്യത്തെ ഒരു സ്റ്റെപ്പ് വെക്കാൻ തന്നെ എപ്പോഴും നമുക്ക് പേടിയാണ്. ഇപ്പോൾ ജോലിക്ക് അപ്ലൈ ചെയ്യണം വേണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ എന്താണ്, ആപ്ലിക്കേഷൻ ഇടാനുള്ള ധൈര്യം ആദ്യം വരില്ല അല്ലേ? അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിന് പോകണം എന്ന് പറയുമ്പോൾ ഇൻ്റർവ്യൂവിന് പോകാനുള്ള ആ ഒരു ധൈര്യം വരില്ല. ഈവൻ പഠിക്കാനാണെങ്കിലോ പഠിക്കാൻ അപ്ലൈ ചെയ്യാൻ കിട്ടിയില്ലെങ്കിലോ എന്നുള്ള പേടി കൊണ്ട് നമ്മൾ ചിലപ്പോൾ ബാക്കായി നിൽക്കും. റിലേഷൻഷിപ്പിലാണെങ്കിൽ ആരുടെയെങ്കിലും ഇഷ്ടമുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും റിലേഷൻഷിപ്പ്, നമ്മുടെ മാരേജ് ആരുടെയും താല്പര്യമുണ്ട്, എന്തെങ്കിലും അങ്ങനത്തെ കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്കത് തുറന്ന് പറയാനോ അങ്ങനെ ഓരോന്നിനും നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കാനാണ് പേടി. പക്ഷെ നിങ്ങളോട് പറയുന്ന ആക്ട് കറേജിയസ്ലി എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ധൈര്യത്തിൽ മുന്നോട്ട് പോകും. ഒന്നാമത്തെ കാര്യം ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെ ധൈര്യത്തിലെടുക്കൂ. ആൻഡ് ഫേസ് ഓഫ് അഡ്വേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തടസ്സങ്ങൾ ഉണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, ലൈഫിൽ തടസ്സം ഉണ്ടെങ്കിൽ അവിടെ നിങ്ങളെ ശരിക്കും യൂണിവേഴ്സ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ സ്ട്രോങ് ആക്കണം. ബുൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കാള അല്ലെ, കാളയെ പോലെ നിങ്ങളോട് ശക്തിയുള്ളവരാണ് ആവാൻ പറയുന്നത്. എന്ന് വെച്ചാൽ നിങ്ങളോട് വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ധൈര്യത്തോടെ മുന്നോട്ട് ചെയ്യാനാണ് പറയുന്നത്. അതിൻ്റെ റിസൾട്ട് എന്താവുമെന്ന് നിങ്ങൾ ഓർത്ത് വറി ചെയ്യേണ്ട. ഓക്കെ, അത് യൂണിവേഴ്സിനെ വിട്ടുകൊടുക്കുക. നമ്മൾ ചെയ്യേണ്ടത് ചെയ്യുക, മാക്സിമം പറ്റുന്നത് നമ്മൾ ചെയ്യുക, നമ്മൾ ഓണസ്റ്റ് ആയിട്ടിരിക്കുക. ഓക്കെ, നിങ്ങൾക്കുള്ള അഡ്വൈസ് മൂന്നാമത്തെ, ക്ലെയിം യുവർ ഇൻഡിപെൻഡൻസ് ആൻഡ് ലേൺ ഫ്രം ദി പാസ്റ്റ്. ഇതാണ് ഞാൻ പറഞ്ഞത്, പേടി അല്ലേ. സ്പിരിറ്റ് ഹാസ് എ പ്ലാൻ അഗെയിൻ ആൻഡ് ബിലീവ് ഇൻ യുവർ സെൽഫ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോൾ അതേ ഉള്ളൂ. നിങ്ങൾ അവനവൻ്റെ മേലെ ബിലീഫ് വെക്കുക, അവനവൻ്റെ മേലെ ട്രസ്റ്റ് വെക്കുക. ഞാൻ പറഞ്ഞ പോലെ ജോലിക്ക് അപ്ലൈ ചെയ്യാൻ പേടി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കഴിവിൽ ആദ്യം നിങ്ങൾ വിശ്വസിക്കൂ. ഓക്കെ, പിന്നെ അത് കിട്ടിയോ കിട്ടിയില്ലേ അത് വിട്ടേക്കുക. ഇതല്ലെങ്കിൽ ചിലപ്പോൾ വേറെ എന്തെങ്കിലും ഉണ്ടാവും, നമുക്ക് അത്രേ ഉള്ളൂ. ഓക്കെ, ക്ലെയിം യുവർ ഇൻഡിപെൻഡൻസ് പറയുന്നുണ്ട്. ഇതകെ ഒരു ജോലി ട്രൈ ചെയ്യാൻ ശ്രമിക്കുന്ന പോലെയാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആവാൻ ശ്രമിക്കുക. ഓക്കെ, നിങ്ങൾക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുക. ഈവൻ നിങ്ങളുടെ ടാലൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ ഡെവലപ്പ് ചെയ്യുക. ഇവിടെ ഈ ക്യാറ്റ് വളരെ ഇങ്ങനെ ഡ്രസ്ഡപ്പ് ഒക്കെ ആയിട്ടാണ് ഇരിക്കുന്നത്. പലർക്കൊക്കെ മേക്കപ്പിൻ്റെ വല്ല ഇതുണ്ടോ, ജ്വല്ലറി, മേക്കപ്പ് അങ്ങനത്തെയൊക്കെ താല്പര്യങ്ങളുണ്ടോ? ഓക്കെ, അതിലൊക്കെ നിങ്ങൾ മുന്നോട്ട് പോകാനുള്ളൊരു സൈൻ. ക്യാറ്റിനെ പോലെ ആവാം, ആരെയും ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുക നിങ്ങൾ. ഓക്കെ, ക്യാറ്റ്സ് എങ്ങനെയാണ്, പൂച്ചകൾ എങ്ങനെയാന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത് അറ്റാച്ച്ഡ് ഒക്കെ ആവും, നമ്മുടെ കൂടെയൊക്കെ ഉണ്ടാവും. പക്ഷെ അവർക്ക് അവരുടേതായ ഒരു സ്പേസും കൂടി വേണം അല്ലേ? അവർക്ക് അവരുടെ ഒരു ഇൻഡിപെൻഡൻസ് ഉണ്ട്, അതിനെ ഒരിക്കലും അവർ കൈകടത്താൻ അവർ സമ്മതിക്കില്ല. സോ അതുപോലെ ആവാം നിങ്ങളും. ഓക്കെ, ആൻഡ് എലിഫന്റ് സ്പിരിറ്റ് ലേൺ ഫ്രം ദ പാസ്റ്റ്. ഇതാണ് ഐ തിങ്ക് ഫീൽ ചെയ്തത് നേരത്തെ. നിങ്ങളുടെ ഉള്ളിൽ ചില പേടികളുണ്ട്. ഓക്കെ, ഒരു ആക്ട് കറേജിയസ്ലി എന്ന് യൂണിവേഴ്സ് പറഞ്ഞിരുന്നു. സോ നിങ്ങളുടെ ഉള്ളിൽ ചില പേടികൾ കിടക്കുന്നത് അത് പാസ്റ്റ് എക്സ്പീരിയൻസസ് കൊണ്ട് വരുന്നതാണ്. ഓക്കെ, നമ്മുടെ എന്തെങ്കിലും മുൻപ് നമുക്ക് നടക്കുന്ന എന്തെങ്കിലും ടെൻഷൻ, വിഷമം, എന്തെങ്കിലും നഷ്ടങ്ങൾ വരിക, നമ്മൾ ചെയ്തിട്ട് കിട്ടിയില്ല, അതൊക്കെ വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആ ഒരു പേടി പോലെ കിടക്കും. അപ്പോൾ നിങ്ങളോട് പറയുന്നത് അത് മാറ്റിവിടുക. അതിൽ നിന്ന് പഠിക്കാനുണ്ടായിരുന്നു നിങ്ങൾ. ഓക്കെ, ഓരോന്നും വരുന്ന നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന നിങ്ങൾക്ക് ലെസൺസ് ആണ്, പാഠങ്ങളാണ് അല്ലേ? പാസ്റ്റിലുണ്ടായ അനുഭവം ഇനി റിപ്പീറ്റ് ആവുമെന്ന് വിചാരിക്കരുത്. അതെങ്ങനെയാണ് റിപ്പീറ്റ് ആവാതിരിക്കാം? നിങ്ങൾ ആ ലെസൺ പഠിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് എന്തുകൊണ്ട് അന്ന് അത് നടന്നില്ല എന്ന് നിങ്ങൾ ചിന്തിച്ച് അത് മനസ്സിലാക്കി ഇനി നെക്സ്റ്റ് ടൈം അത് റിപ്പീറ്റ് ചെയ്യാതിരുന്നാൽ പിന്നെ സിറ്റുവേഷൻ ഒരിക്കലും റിപ്പീറ്റ് ആവില്ല. അങ്ങനെയല്ലേ? ആലോചിച്ച് നോക്കൂ. അഗെയിൻ സ്പിരിറ്റ് ഹാസ് എ പ്ലാൻ. യൂണിവേഴ്സിന് എന്തോ പ്ലാൻ ഉണ്ട് നിങ്ങളെ കൊണ്ട്. മുന്നോട്ട് പോവൂ, ധൈര്യത്തിൽ പോവൂ, എന്താവും നമുക്ക് നോക്കാം എന്നാണ് പറയുന്നത്. ഓക്കെ, ആൻഡ് മറ്റു രണ്ടിലും എനിക്ക് കുറച്ച് നമ്പേഴ്സ് എനിക്ക് എടുത്ത് തോന്നിയിരുന്നു. ഇവിടെ 3 and 5 കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഓക്കെ, യെസ്, 3 and 5 എനിക്ക് ഇവിടെ നല്ലോണം കാണുന്നുണ്ട്. 7 7-നേക്കാൾ
3 and 5 ആണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. 3 എന്ന് പറയുമ്പോൾ നമ്മുടെ സ്പിരിറ്റിൻ്റെ നമ്പറാണ്. അതായത് നിങ്ങളോട് പറയുന്നത് എക്സ്പാൻഡ് ചെയ്യൂ, നിങ്ങളുടെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ മുന്നോട്ട് പോകും എന്ന രീതിക്കാണ് പറയുന്നത്. ആൻഡ് 5 ചേഞ്ചിൻ്റെ നമ്പറാണ്. സോ യെസ്, മാറ്റങ്ങൾ വരാൻ പോകുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ, എന്തോ ഒരു ചേഞ്ചസ് വരാൻ പോകുന്നുണ്ട്. ഓക്കെ, പഴയ പോലെ ആവും എന്ന് വിചാരിക്കേണ്ട, നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ വരാൻ പോകുന്നു എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, സോ ഗോ ഹെഡ്, എന്താണോ ആഗ്രഹിക്കുന്നത് അത് ചെയ്യൂ, ശ്രമിക്കൂ. ഓക്കെ, ആൻഡ് ഡോണ്ട് വറി. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം, താങ്ക് യു.